ഹലോ എവരിവൺ, വെൽക്കം ടു PSC മന്ത്ര. LDC പോലുള്ള വിവിധതരം PSC എക്സാംസിന് വേണ്ടിയുള്ള എക്സ്പെക്റ്റഡ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതി. ഉത്തരം മൃതസഞ്ജീവന. മൃതസഞ്ജീവനിയാണ് കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത്? അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ വേലുക്കുട്ടി അരയൻ. ഡോക്ടർ വേലുക്കുട്ടി അരയനാണ് അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 3, മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത് ഗ്രന്ഥിയാണ്? മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. ഉത്തരം പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്ന കായിക വിനോദം? മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്ന കായിക വിനോദം. ഉത്തരം ഗുസ്തിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഭരണകാലത്ത് രാജാവിന് വാർത്തകൾ എത്തിക്കുന്ന ജോലി ചെയ്തിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേര്? ഭരണകാലത്ത് രാജാവിന് വാർത്തകൾ എത്തിക്കുന്ന ജോലി ചെയ്തിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേര്? ഉത്തരം പ്രതിവേദിക. പ്രതിവേദിക എന്നാണ് ഭരണകാലത്ത് രാജാവിന് വാർത്തകൾ എത്തിക്കുന്ന ജോലി ചെയ്തിരുന്നവരെ അറിയപ്പെട്ടിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, മദർ ഇന്ത്യ രചിച്ചത് ആര്? മദർ ഇന്ത്യ രചിച്ചത് ആര്? ഉത്തരം കാതറിൻ മയോ. കാതറിൻ മയോ ആണ് മദർ ഇന്ത്യ രചിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 7, ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര്? ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജെയിംസ് വാട്ട്. ജെയിംസ് വാട്ടാണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 8, ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. ഉത്തരം 52-ാം അനുച്ഛേദം. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 52-ാം അനുച്ഛേദം. ക്വസ്റ്റ്യൻ നമ്പർ 9, ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ മേഖലയിൽ ആയുധ നിർമ്മാണശാല ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ മേഖലയിൽ ആയുധ നിർമ്മാണശാല ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ആദ്യമായി സ്വകാര്യ മേഖലയിൽ ആയുധ നിർമ്മാണശാല ആരംഭിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 10, ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക്? ഉത്തരം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 11, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ സമസ്ത മേഖലകളെയും പറ്റി പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ സമസ്ത മേഖലകളെയും പറ്റി പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഉത്തരം കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷനാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ സമസ്ത മേഖലകളെയും പറ്റി പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 12, ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം? ഉത്തരം 1995. 1995-ലാണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സംവിധാനം നിലവിൽ വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13, ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ഏതാണ്? ഉത്തരം ഡാർജിലിംഗ് റെയിൽവേ. ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ആണ് ഡാർജിലിംഗ് റെയിൽവേ. ക്വസ്റ്റ്യൻ നമ്പർ 14, ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം? ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം ഏതാണ്? ഉത്തരം അനീമിയ. അനീമിയ ആണ് ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം. ക്വസ്റ്റ്യൻ നമ്പർ 15, APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 UN ഏത് ദിനമായി ആചരിക്കുന്നത്? APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 UN ഏത് ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ലോക വിദ്യാർത്ഥി ദിനം. ലോക വിദ്യാർത്ഥി ദിനമായാണ് APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്.
ക്വസ്റ്റ്യൻ നമ്പർ 16. ഇന്ത്യയുടെ 9ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ 9ാമത് ഉപരാഷ്ട്രപതി. ഉത്തരം KR നാരായണൻ. KR നാരായണനാണ് ഇന്ത്യയുടെ 9ാമത് ഉപരാഷ്ട്രപതി. ക്വസ്റ്റ്യൻ നമ്പർ 17. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ച വ്യക്തി. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ച വ്യക്തി ആരാണ്? ഉത്തരം VV ഗിരി. PV ഗിരിയാണ് ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ച വ്യക്തി. ക്വസ്റ്റ്യൻ നമ്പർ 18. ഒഡീഷ സംസ്ഥാനത്ത് നിന്നുള്ള ഏക രാഷ്ട്രപതി ആരായിരുന്നു? ഒഡീഷ സംസ്ഥാനത്ത് നിന്നുള്ള ഏക രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ആണ് ഒഡീഷ സംസ്ഥാനത്ത് നിന്നുള്ള ഏക രാഷ്ട്രപതി. ക്വസ്റ്റ്യൻ നമ്പർ 19. ലോകത്താദ്യമായി കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക് ഏതായിരുന്നു? ലോകത്തിൽ ആദ്യമായി കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക് ഏതാണ്? ഉത്തരം പെനിൻസിലിൻ. പെനിൻസിലിനാണ് ലോകത്തിൽ ആദ്യമായി കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക്. ക്വസ്റ്റ്യൻ നമ്പർ 20. ചെടികളുടെ പുഷ്പിക്കലിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ചെടികളുടെ പുഷ്പിക്കലിന് സഹായിക്കുന്ന ഹോർമോൺ. ഉത്തരം ഫ്ലോറിജൻ. ഫ്ലോറിജൻ ആണ് ചെടികളുടെ പുഷ്പിക്കലിന് സഹായിക്കുന്ന ഹോർമോൺ. ക്വസ്റ്റ്യൻ നമ്പർ 21. ഇന്ത്യയിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം തലശ്ശേരി, കണ്ണൂർ. കണ്ണൂരിലെ തലശ്ശേരിയിലാണ് ഇന്ത്യയിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. ഉത്തരം ഏറനാട് താലൂക്ക്. ഏറനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 23. 100% കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ച ആദ്യ കോർപ്പറേഷൻ. 100% കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ച ആദ്യ കോർപ്പറേഷൻ. ഉത്തരം കോഴിക്കോടാണ്. കോഴിക്കോടാണ് 100% കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ച ആദ്യ കോർപ്പറേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 24. പച്ച വസ്തുവിനെ മഞ്ഞ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ കാണുന്ന നിറം ഏതാണ്? പച്ച വസ്തുവിനെ മഞ്ഞ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ കാണുന്ന നിറം. ഉത്തരം പച്ച. പച്ച നിറം തന്നെയാണ് പച്ച വസ്തുവിനെ മഞ്ഞ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ കാണുന്ന നിറം. ക്വസ്റ്റ്യൻ നമ്പർ 25. ശബ്ദത്തെ വൈദ്യുത സ്പന്ദനങ്ങളാക്കുന്ന ഉപകരണം ഏതാണ്? ശബ്ദത്തെ വൈദ്യുത സ്പന്ദനങ്ങളാക്കുന്ന ഉപകരണം. ഉത്തരം മൈക്രോഫോണാണ്. താങ്ക് യു.